കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ താഴേക്കടയിലെ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 മാസത്തെ അവധിയിലാണ്. അവധിയിലുള്ള ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ദീർഘകാലമായി വൈദ്യുതി കമ്പി അപകടകരമായി സ്കൂളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അവിടെ ഷെഡ് നിർമ്മിക്കുകയും അക്കാര്യം KCB കണ്ടില്ല എന്ന് നടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മാറി മാറി വന്ന നിരവധി ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാകുമല്ലോ, ഉത്തരവാദിത്തം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ഒരാളിലേക്ക് മാത്രമായി നടപടി ഒതുങ്ങുകയാണോ? ഒരാളിലേക്ക് മാത്രമായി നടപടി ഒതുങ്ങിയിരിക്കുന്നു. കാര്യം ഇന്ന് മന്ത്രി ഇതിന്റെ വീട്ടിലേക്ക് എത്തി പണം കൈമാറിയിരുന്നു, സാമ്പത്തിക സഹായം കൈമാറിയിരുന്നു. അതിന് മുന്നോടിയായി ഒരു മുൻകരുതൽ എടുക്കുക അല്ലെങ്കിൽ മുഖം രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അതിൽ യാതൊരുള്ള നീങ്ങില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തേവലക്കര സെക്ഷൻ ഓഫീസിൽ ഏപ്രിൽ 1 തീയതി വരെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അതിനുശേഷം തേവലക്കരയിലെ സബ് സെന്ററിലേക്ക് അദ്ദേഹം മാറി. അവിടെ ഒരു ഓവർസിയറും ഒരു 2 ലൈൻമാൻമാരും മാത്രമാണുള്ളത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ഈ സംഭവത്തിൽ ബലിയാടാകും? സംഭവം ഈ പ്രശ്നം നടക്കുന്നത് 17ാം തീയതി ആണ്. ആ സമയത്ത് ജോലിയില്ലാത്ത ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇതിൽ സസ്പെൻഷന് വിധേയനാകും എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ജൂൺ 1 തീയതി ഈ വ്യക്തിക്ക് ഈ ബിജു എസ് എന്ന് പറയുന്ന ഓവർസിയർക്ക് അപകടമുണ്ടാവുകയും ജോലി സമയത്ത് അപകടമുണ്ടാവുകയും അദ്ദേഹത്തിന് ശസ്ത്രക്രിയ അടക്കം നടത്തുകയും കഴിഞ്ഞ 2 മാസമായി അദ്ദേഹം വീട്ടിലാണ്. ആ വ്യക്തിയെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിൽ അവിടെ ജോലി ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലാണ് ഇത് 3 ഫേസ് ആക്കിയത്. 3 ഫേസ് ആക്കിയ സമയത്ത് അവിടെ സബ് എഞ്ചിനീയറും അതുപോലെ തന്നെ മറ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ആൾക്കാരെല്ലാവരും തന്നെ എത്തിയാണ് അത് 3 ഫേസിലേക്ക് മാറ്റിയത്. അങ്ങനെയുള്ള സമയത്ത് ആ ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു അവിടെ ഒരു ഷെഡുണ്ട്, സൈക്കിൾ ഷെഡുണ്ട്, അതിന്റെ മുകളിൽ കൂടിയാണ് ഈ 3 ഫേസ് ലൈൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ാണ് ഇപ്പോൾ ഈ അവധിയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥൻ, അവിടെ ജോലി പോലും ഇപ്പോൾ ചെയ്യാത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. KCBയിലെ യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് ഈ നടപടിയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ആ അപകടവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാവപ്പെട്ട ഒരു ഓവർസറെ സസ്പെൻഡ് ചെയ്തതിനുള്ള പ്രതിഷേധം കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഈ അവസരത്തിൽ അറിയിക്കും. ഡ്യൂട്ടിക്കിടയിൽ ആക്സിഡന്റ് ഉണ്ടായി വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളിയാണ് ശ്രീ ബിജു. അവിടെ ലൈൻ വലിച്ചിരിക്കുന്നത് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ലൈൻ വലിച്ചിട്ടുള്ളത് AE, AXC, എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ്. ഈ ഓവർസറി ഏരിയയിൽ വന്നിട്ടുള്ള ആളെയല്ല. 4 മാസങ്ങൾക്ക് മുമ്പ് എന്തോ അവിടെ മെയിൻ്റനൻസിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ മന്ത്രി തീരുമാനമെടുത്തിരിക്കുന്നത്.